വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. കസ്റ്റഡി അനുവദിച്ചാൽ കൊലപാതകം നടന്ന ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മെഡിക്കൽ കോളേജ് സെല്ലിൽ കഴിയുന്ന അഫാൻ പലപ്പോഴായി പോലീസിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇയാളുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഷെമിയുടെ ചിട്ടി ഇടപാടും അഫാന്റെ ആഡംബര ജീവിതവും സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമായി എന്നാണ് പോലീസിന്റെ നിഗമനം. വി വിനോദ് ആണ് ചേരുന്നത്. വിനോദ്, അഫാന്റെ പിതാവ് പറഞ്ഞതനുസരിച്ച് സാമ്പത്തികമായ ബാധ്യതയൊന്നും ആ കുടുംബത്തെ അല്ലെങ്കിൽ അഫാനെ ബാധിക്കുന്ന തരത്തിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അഫാൻ പറയുന്നത് സാമ്പത്തിക ബാധ്യത എന്നതാണ്. ഇപ്പോഴും കൃത്യമായ പ്രതികരണങ്ങളല്ല അഫാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നാണ് പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താൻ പോലീസ് ബുദ്ധിമുട്ടുകയാണോ? അഭിലാഷ്, പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസ് സെല്ലിലാണുള്ളത്, മെഡിക്കൽ കോളേജിലെ പോലീസ് സെല്ലിലാണുള്ളത്. ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ നൽകിയേക്കും. ജയിലിലേക്ക് മാറ്റുന്നതിന് മുൻപ് തന്നെ ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തന്നെയാണുള്ളത് പ്രതി. അതുകൊണ്ട് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുകയും തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനുള്ള തീരുമാനത്തിലുമാണ് അന്വേഷണ സംഘമുള്ളത്. അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതി നൽകിയിട്ടുള്ള മൊഴി അത് ഏതാണ്ട് 50 ലക്ഷം രൂപയ്ക്ക് അടുത്ത് കടം വാങ്ങിയതും അമ്മ ചിട്ടിയിൽ ചേർന്നതുമായി ഉള്ള ബാധ്യതയുണ്ട്. ഏതാണ്ട് 14 പേരിൽ നിന്നാണ് ഇത്തരത്തിൽ പണം കടം വാങ്ങിയതായ വിവരങ്ങൾ കൈമാറിയിട്ടുള്ളത്. പക്ഷേ പിതാവ് 8 വർഷമായി വിദേശത്തായിരുന്നു. അദ്ദേഹത്തിന് നാട്ടിലെ ഈ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വ്യക്തതയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലും അത് തന്നെയാണ് പ്രതിഫലിച്ചത്. കാരണം അദ്ദേഹം നാട്ടിൽ ഇവരുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ഇവിടെ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾ അത് പൂർണ്ണമായും അദ്ദേഹത്തെ അറിയിച്ചിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അഫാൻ ആകട്ടെ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ കുടുംബത്തിലെ ചിലരോട് വൈരാഗ്യം തോന്നി അവരെ കൊലപ്പെടുത്തിയതും മറ്റ് ആളുകൾ, അതായത് മാതാവും സഹോദരനും കാമുകിയും ഉൾപ്പെടെ ഇവരോടുള്ള താല്പര്യം കൊണ്ട്, അതായത് തനിക്ക് ശേഷം ഇവർ ജീവിച്ചിരുന്നാൽ ഇവരും പ്രതിസന്ധിയിലാകുമെന്ന ചിന്തയിൽ ഈ 23-കാരൻ അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും മറ്റു ചിലരെ കൂടി വകവരുത്താൻ ലക്ഷ്യമിട്ടിരുന്നു എന്ന കാര്യം കൂടിയുണ്ട്. കാരണം അവരെല്ലാം തന്നെ കുടുംബത്തിൽ ഇളയ മകനായ തന്റെ പിതാവിന്റെ കുടുംബത്തോട് തങ്ങളോട് വലിയ കാരുണ്യം കാണിച്ചില്ല, സാമ്പത്തിക പ്രതിസന്ധി സമയത്ത് സഹായിച്ചില്ല, നേരത്തെ നൽകിയ പണം തിരികെ ചോദിച്ച് വലിയ സമ്മർദ്ദമുണ്ടാക്കി തുടങ്ങി ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ 23-കാരന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അഫാന്റെ ജീവിതമാകട്ടെ ആഡംബരം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലാണ്. കാരണം 1.5 ലക്ഷം രൂപയുടെ ഫോൺ ആദ്യം ഉപയോഗിക്കുകയും പിന്നീട് 50,000 രൂപയുടെ ഫോൺ ഉപയോഗിക്കുകയും 2 ലക്ഷം രൂപയുടെ ബൈക്ക് ഉപയോഗിക്കുകയും മറ്റൊരു ബുള്ളറ്റ് സ്വന്തമാക്കുകയും കാർ സ്വന്തമാക്കുകയും ഒക്കെയും ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കുടുംബത്തെ നയിച്ചു. അഫാനാകട്ടെ മറ്റ് തൊഴിലുകൾ ഒന്നും ഉണ്ടായിരുന്നുമില്ല. ഏതായിരുന്നാലും ഈ കൊടും ക്രൂര കൃത്യം 6 മണിക്കൂറിനുള്ളിലാണ് 5 പേരെ കൊലപ്പെടുത്തുന്നത്. ഏറ്റവും ഒടുവിൽ അനുജനെ കൊലപ്പെടുത്തുന്നതോടുകൂടി താൻ മാനസികമായി വല്ലാതെ തകർന്നുപോയെന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ സാമ്പത്തിക ഇടപാടുകൾ തന്നെയാണ് കൊലപാതകത്തിന് കാരണമായതെന്ന വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ കൂടി പ്രതിയിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അഭിലാഷ്.